ഞാൻ ഒരു ഫാസ്റ്റ് ഫുഡ് കടയിൽ ഡ്രൈവ് ത്രൂ കാഷ്യർ ആയിരുന്നു. എന്റെ കഴിവുകൊണ്ട് ആ കടയ്ക്ക് കമ്പനിയിലെ ഏറ്റവും മികച്ച ഡ്രൈവ് ത്രൂ സമയം കിട്ടി. കടയിലെ മിക്കവാറും എല്ലാ ജോലിയും എനിക്കറിയാമായിരുന്നു. 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഷിഫ്റ്റ് മാനേജർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ തുടങ്ങി. പക്ഷേ എന്റെ മാനേജർ എന്റെ അപേക്ഷകൾ തള്ളിക്കൊണ്ടിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ട്രെയിനിങ്ങിന് പോയാൽ എന്നെ നഷ്ടപ്പെടുമോ എന്ന പേടിയായിരുന്നു അയാൾക്ക്. ഒരിക്കൽ കമ്പനിയുടെ ഉടമസ്ഥൻ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തോട് നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു, ട്രെയിനിങ്ങിന് ശേഷം നിനക്ക് ഈ കടയിൽ തന്നെ തിരിച്ചുവരാമല്ലോ എന്ന്. ഞാൻ വീണ്ടും അപേക്ഷിച്ചു. മാനേജർ അതും തള്ളി. അവൻ എന്നെ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ വേറെ ജോലി കണ്ടുപിടിച്ച് 2 ആഴ്ചത്തെ നോട്ടീസ് കൊടുത്തു. ഞാൻ പോവുകയാണെന്ന് സ്ഥിരം വരുന്ന കസ്റ്റമേഴ്സിനോട് പറയാൻ തുടങ്ങി. മാനേജർ എന്നെ ഭീഷണിപ്പെടുത്തി, നിർത്തിയില്ലെങ്കിൽ ഞാൻ നിന്നെ പിരിച്ചുവിടും എന്ന്. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ ഓൾറെഡി രാജിവെച്ചു, ഇത് നോട്ടീസ് പീരീഡ് ആണ്. ഞാൻ പോയി 4 മാസത്തിനു ശേഷം ആ കടയിൽ ചെന്നപ്പോൾ അവിടെ പുതിയ മാനേജർ. ഞാൻ കൂട്ടുകാരിയോട് കാര്യം തിരക്കി. അവൾ പറഞ്ഞു, ഞാൻ പോയതിനുശേഷം കടയിലെ 40% ബിസിനസ് കുറഞ്ഞെന്ന്. കസ്റ്റമേഴ്സ് ഒക്കെ എന്നെ തിരക്കിയാണ് വന്നിരുന്നത്. കമ്പനി ഉടമ വന്ന് അന്വേഷിച്ചപ്പോൾ എന്റെ പ്രൊമോഷൻ തടഞ്ഞതാണെന്ന് മാനേജർ സമ്മതിച്ചു. അപ്പോൾ തന്നെ അയാളെ അവിടുന്ന് പിരിച്ചുവിട്ടു.